ഹായ് ഗൈസ്, മൂകൻ എയർഡ്രോപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 500 മെമ്പേഴ്സ് അടിച്ചിരിക്കുകയാണ് നമ്മുടെ ചാനലിൽ. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ യുറേനിയം എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ യുറേനിയം എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ടെസോസ് ബാക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് മൈൻ ചെയ്യുക, എങ്ങനെയാണ് അതിലൊരു സിമ്പിൾ സ്ക്രിപ്റ്റ് വഴി ഓട്ടോമാറ്റിക് ഫാം ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഇത് ജസ്റ്റ് ഒരു എന്താ പറയുക, ചെറിയൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ട് ഒരു മെയിൻ അക്കൗണ്ടിൽ ചെയ്യണമെങ്കിൽ ഒരിക്കലും മെയിൻ അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് ഈ ഓട്ടോ ഫാം ചെയ്യാണ്ടിരിക്കുക. കാരണം ബാൻ കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ 2 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അവർ IP ഡിറ്റക്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല, അത് ഉറപ്പില്ല. അതൊക്കെ ഓരോ പ്രൊജക്റ്റിൻ്റെ പിന്നീടുള്ള ഡിസിഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ 2 ഡിവൈസ് ഉണ്ടെങ്കിൽ 2 IP വെച്ചിട്ട് ഒരേ വൈഫൈയിൽ നിങ്ങൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഒരിക്കലും 2 IP ആയിരിക്കില്ല. ഒരെണ്ണം മൊബൈൽ ഡാറ്റയും ഒരെണ്ണം വൈഫൈ ആണെങ്കിൽ 2 സെപ്പറേറ്റ് ആയിരിക്കും. അങ്ങനെയൊക്കെ നോക്കി ചെയ്യുക. അല്ലെങ്കിൽ ദിവസം ബാൻ കിട്ടി നമ്മൾ അത്രയും എഫേർട്ട് വെറുതെ ആവും. അപ്പോൾ ഇത് സെക്കൻഡ് അക്കൗണ്ട് വെച്ച് മാത്രം ഫാം ചെയ്യുക. അപ്പോൾ ഇത് എങ്ങനെയാണ് ഫാം ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ലിങ്ക് കോപ്പി ചെയ്യുക, എന്നിട്ട് ഇത് പേസ്റ്റ് ചെയ്യുക. ഇത് ക്രോമിലാണ് നമ്മൾ റൺ ചെയ്യണത്. അപ്പോൾ നിങ്ങളും ക്രോമിൽ തന്നെ റൺ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഇപ്പോൾ ഓൾറെഡി അത് ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൽ കോഡ് അടിക്കാനുള്ള ആ ഒരു കൺസോൾ ഓപ്പൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ Ctrl+Shift+I അമർത്തുക. ഒന്നുകൂടെ പറയാം, Ctrl+Shift+I, അതായത് കൺട്രോൾ ആദ്യം അമർത്തി ഷിഫ്റ്റ് അമർത്തിയിട്ട് I അമർത്തുക. അപ്പോൾ ഒരു കൺസോൾ ഓപ്പൺ ആയി വരും. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം അലോ പേസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു കോഡ് അടിക്കണം. അങ്ങനെ അടിച്ചാൽ മാത്രമാണ് നമുക്ക് വീണ്ടും കോഡുകൾ അതിലേക്ക് അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതടിച്ചില്ലെങ്കിൽ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം തന്നെ അടിക്കുക. ഞാൻ ഒരു വട്ടം അടിച്ചുകൊണ്ടാന്ന് തോന്നുന്നു അവർ അതടിക്കാൻ പറ്റില്ല എന്ന് പറയണത്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഞാനിത് മറ്റേ ടെലഗ്രാം ചാനലിലിടാം. അപ്പോൾ ഈ കോഡ് ജസ്റ്റ് കോപ്പി ചെയ്യുക, ഇതിൽ കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് കാണാം എല്ലാ ഷാർട്ട്സും ഓട്ടോമാറ്റിക്കായിട്ട് കളക്ട് ചെയ്യണത് കാണാം. അപ്പോൾ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ കോഡിൽ നമുക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഓട്ടോ ക്ലെയിം ഷാർഡ് എന്നുള്ളത് 200 കിടക്കണേ. അത് നമുക്ക് വേണമെങ്കിൽ കൂട്ടിയിടാം. അപ്പോൾ കൂട്ടിയിടുമ്പോൾ നമുക്ക് കുറച്ചുകൂടിയും ആ ഒരു ബോട്ട് ആണെന്നുള്ള ആ ഒരു പ്രൊട്ടക്ഷൻ നമ്മളിപ്പോൾ 200 ആണെങ്കിൽ അത്രയും വേഗത്തിലാണ് ഇതിൽ കാണുമ്പോൾ നമുക്കറിയാം അത്രയും വേഗത്തിലാണ് അത് ക്ലിക്ക് ചെയ്യണത്. അപ്പോൾ അവർക്കത് പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കോഡിൻ്റെ ഈ അവസാനത്തെ 200 എന്നുള്ള എഡിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ 400 ആക്കാം, അല്ലെങ്കിൽ 1000 ആക്കാം, 1500 ആക്കാം. അങ്ങനെ ആകുമ്പോൾ ഈ ക്ലിക്ക് ചെയ്യാനുള്ള സ്പീഡ് കുറയും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒരു ഹ്യൂമൺ ആണെന്നുള്ളതിൻ്റെ ആ ഒരു ഇതിലേക്ക് വരും. അപ്പോൾ അത്രേ ഉള്ളൂ ഈ സംഭവം. ഇതിന് പിന്നെ വേറെ റിക്വയർമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്കിത് ഒരിക്കലും ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അതായത് ക്ലോസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് മൈൻ ചെയ്യണമെങ്കിൽ ഈ പേജ് എപ്പോഴും ഓപ്പൺ ചെയ്ത് വെക്കണം. അപ്പോൾ മാത്രമേ മൈൻ ആവുള്ളൂ. ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൽ ടാസ്ക് ഉണ്ട്, അപ്ഗ്രേഡ്സ് ഉണ്ട്, പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ടാസ്ക് എടുക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഇത് നിന്നു. കാരണം ആ പേജിൽ മാത്രമാണ് ഇത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ആ പേജ് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ ആ ആക്ടിവിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കും. ഇനി നിങ്ങളിത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും റൺ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ എല്ലാ സ്റ്റെപ്സും വീണ്ടും ചെയ്യണം. ഈ കോഡ് ഇതിൽ കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രമേ റൺ ആവുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് കുറേ ടാസ്കുകൾ കാണാൻ പറ്റും. ആ ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ അപ്ഗ്രേഡ്സ് എല്ലാം കറക്റ്റ് അപ്ഗ്രേഡ് ആദ്യം തന്നെ പോവുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എഫിഷ്യൻസിയിൽ ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഉള്ള എല്ലാ ഷാർട്സ് പേജ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തോ. ഇനീഷ്യലായിട്ട് മാക്സിമം സ്റ്റേജ് വരെ ഇത് ചെയ്താൽ എല്ലാം മാക്സ് ഔട്ട് ആക്കി വെച്ചിട്ട് പിന്നീട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു അഡ്വാൻറ്റേജ് കിട്ടും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ ഒരെണ്ണം മാനുവലായി ചെയ്യുക. ഈ പേജ് എടുക്കുമ്പോൾ അത് നമുക്ക് കാണാം ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടും ഷാർട്സ് കളക്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ അടുത്തത് നമ്മൾ ഗെൻഷിൻ എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ചെയ്യാനുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം.